2000-ൽ മലയാള സിനിമയിൽ റിലീസ് ചെയ്തത് ഏതാണ്ട് 60-നടുത്ത് ചിത്രങ്ങളാണ്. ഇവയിൽ 11 ചിത്രങ്ങൾക്ക് മാത്രമാണ് തിയേറ്ററിൽ വിജയം നേടാൻ കഴിഞ്ഞത്. ദിലീപ്, വിനീത് തുടങ്ങിയവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി രാജസേനൻ സംവിധാനം ചെയ്ത ഡാർലിംഗ് ഡാർലിംഗ് 2000-ലെ വിജയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു. വമ്പൻ വിജയമായില്ലെങ്കിലും തിയേറ്ററിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു ഡാർലിംഗ് ഡാർലിംഗ്. ദിലീപ് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രത്തിൽ നായികയായി എത്തിയത് കാവ്യ മാധവനായിരുന്നു. 2000-ലെ മറ്റൊരു വിജയചിത്രമായിരുന്നു വിനയന്റെ ദൈവത്തിന്റെ മകൻ. കോമഡിക്ക് പ്രാധാന്യം നൽകിയ ഈ ചിത്രത്തിൽ ജയറാമായിരുന്നു നായകനായി എത്തിയത്. കലാഭവൻ മണി, ജഗതി തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തി. ഏപ്രിൽ 14-ന് വിഷു റിലീസായി എത്തിയ ചിത്രം തരക്കേടില്ലാത്ത അഭിപ്രായം നേടി ഹിറ്റ് സ്റ്റാറ്റസ് നേടി. ആ വർഷത്തെ മറ്റൊരു വിജയചിത്രമായിരുന്നു ജോർജ് ഇത്തു അണിയിച്ചൊരുക്കിയ ഹൊറർ ചിത്രം ഇന്ദ്രിയം. വാണി വിശ്വനാഥ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമ റിലീസ് ചെയ്തത് മെയ് 26-നായിരുന്നു. തരക്കേടില്ലാത്ത അഭിപ്രായം മാത്രമാണ് ചിത്രത്തിന് ഉണ്ടായിരുന്നതെങ്കിലും ചിത്രത്തിലെ ഹൊറർ രംഗങ്ങൾ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടി. ചിത്രം തിയേറ്ററിൽ തരക്കേടില്ലാത്ത വിജയം നേടിയിരുന്നു. ജനുവരി 14-ന് തിയേറ്ററിലെത്തിയ ലോഹിതദാസിന്റെ മമ്മൂട്ടി ചിത്രം അരയന്നങ്ങളുടെ വീടായിരുന്നു 2000-ലെ ആദ്യത്തെ ഹിറ്റ്. കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമാക്കി വന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി എത്തിയത് ലക്ഷ്മി ഗോപാലസ്വാമി ആയിരുന്നു. മമ്മൂട്ടിയുടെ മികച്ച പ്രകടനമുണ്ടായ സിനിമ ലോഹിതദാസിന്റെ സ്ഥിരം ചിത്രങ്ങൾ എന്ന പോലെ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതായിരുന്നു. മമ്മൂട്ടിയുടെ മികച്ച പ്രകടനം തന്നെയായിരുന്നു ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ചിത്രം തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടി ഹിറ്റായി മാറി. വമ്പൻ വിജയമായി മാറാൻ ചിത്രത്തിന് കഴിഞ്ഞില്ലെങ്കിലും സിനിമ തിയേറ്ററിൽ സാമ്പത്തിക വിജയം നേടിയിരുന്നു. മെയ് 12-ന് തിയേറ്ററിലെത്തിയ വിജി തമ്പിയുടെ സത്യമേവ ജയതേ 2000-ലെ ഹിറ്റ് ചിത്രമായിരുന്നു. സുരേഷ് ഗോപി പോലീസ് റോളിലെത്തിയ ഈ ചിത്രം മികച്ച അഭിപ്രായമാണ് നേടിയത്. സുരേഷ് ഗോപിയുടെ മാസ് പോലീസ് ക്യാരക്ടർ തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. എങ്കിലും സിദ്ദിഖിന്റെ വില്ലൻ വേഷവും ഇതിൽ കയ്യടി നേടി. ഡിസംബർ 24-ന് ക്രിസ്തുമസ് റിലീസായി എത്തിയ വിനയന്റെ ദാദാ സാഹിബ് തിയേറ്ററിൽ വിജയമായി മാറിയ ചിത്രമായിരുന്നു. മമ്മൂട്ടി ഇരട്ട വേഷത്തിലെത്തിയ ചിത്രം വലിയ ഇനീഷ്യൽ കളക്ഷനാണ് നേടിയത്. മമ്മൂട്ടിയുടെ മികച്ച പ്രകടനവും വിനയന്റെ സംവിധാന മികവുമാണ് ചിത്രത്തെ വിജയമാക്കി മാറ്റിയത്. ഒരു മാസ് സിനിമ എന്ന ലേബലിൽ തന്നെയാണ് ദാദാ സാഹിബ് തിയേറ്ററിലെത്തിയത്. അക്കാലത്ത് ഹിറ്റ് ചിത്രങ്ങളുടെ തോഴനായിരുന്ന വിനയന്റെ വലിയ പ്രതീക്ഷയിൽ വന്നൊരു ചിത്രമായിരുന്നു ദാദാ സാഹിബ്. തിയേറ്ററിൽ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് ദാദാ സാഹിബ് നേടിയത്. ഒക്ടോബർ 20-ന് തിയേറ്ററിലെത്തിയ ലോഹിതദാസിന്റെ ജോക്കർ ആയിരുന്നു 2000-ലെ മറ്റൊരു വിജയചിത്രം. ദിലീപിന്റെ കരിയർ മാറ്റിയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ജോക്കർ. ദിലീപിന്റെ മികച്ച പ്രകടനവും ലോഹിതദാസിന്റെ ശക്തമായ തിരക്കഥയുമായിരുന്നു ചിത്രത്തിന്റെ പ്രത്യേകത. മന്നയാണ് ചിത്രത്തിൽ ദിലീപിന്റെ നായികയായി എത്തിയത്. നിഷ സാഗർ മികച്ച വേഷത്തിലെത്തിയിരുന്നു. ബഹദൂറിന്റെ അവസാന ചിത്രമായിരുന്നു ജോക്കർ. മെയ് 5-ന് തിയേറ്ററിലെത്തിയ സത്യനന്ദിക്കാട് ജയറാം ടീമിന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി മാറിയ 2000-ലെ ചിത്രമായിരുന്നു. ജയറാമിന്റെ മകൻ കാളിദാസ് ജയറാം ആദ്യമായി സ്ക്രീനിലെത്തിയ സിനിമ കൂടിയായിരുന്നു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ലക്ഷ്മി ഗോപാലസ്വാമിയും കാവ്യ മാധവനും നായികമാരെത്തിയ ചിത്രം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വിജയമാണ് നേടിയത്. സത്യനന്ദിക്കാടിന്റെ സ്ഥിരം ചിത്രങ്ങൾ എന്ന പോലെ തന്നെ കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമാക്കി വന്ന ചിത്രത്തിൽ മികച്ച ഗാനങ്ങളുണ്ടായിരുന്നു. 2000-ലെ മമ്മൂട്ടിയുടെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു വല്യേട്ടൻ. സെപ്റ്റംബർ 10-ന് റിലീസ് ചെയ്ത മമ്മൂട്ടി ഷാജി കലാസ് ടീമിന്റെ ഈ ചിത്രം തിയേറ്ററിൽ ഗംഭീര കളക്ഷനാണ് നേടിയത്. വമ്പൻ ഇനീഷ്യൽ കളക്ഷനിൽ തുടങ്ങിയ ചിത്രം ഏതാണ്ട് 4 സെന്ററുകളിൽ 100 ദിവസം പിന്നിട്ടു. രഞ്ജിത്തിന്റെ ശക്തമായ തിരക്കഥ തന്നെയായിരുന്നു വല്യേട്ടന്റെ വലിയ വിജയത്തിന് പിന്നിൽ. കൂട്ടിന് ആ കാലത്തെ ഹിറ്റ് മേക്കറായ ഷാജി കലാസിന്റെ സംവിധാന മികവും ഉണ്ടായിരുന്നു. മമ്മൂട്ടിക്കൊപ്പം സിദ്ദിഖ്, മനോജ് കെ ജയൻ, സായ് കുമാർ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരുന്നു. 2000-ലെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു ഡിസംബർ 23-ന് റിലീസ് ചെയ്ത റാഫി മെക്കാട്ടിന്റെ തെങ്കാശിപ്പട്ടണം. സുരേഷ് ഗോപി, ലാൽ, ദിലീപ് തുടങ്ങിയവർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രം വമ്പൻ വിജയമാണ് തിയേറ്ററിൽ നേടിയത്. കുടുംബ പ്രേക്ഷകരെ ഒന്നാകെ തിയേറ്ററിലേക്ക് ആകർഷിച്ച തെങ്കാശിപ്പട്ടണം. നായകന്മാരായ സുരേഷ് ഗോപിക്കും ലാലിനും മുകളിലാണ് ദിലീപ് ഈ ചിത്രത്തിൽ കയ്യടി നേടിയത്. നായികമാരായി സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും കാവ്യ മാധവനും എത്തിയിരുന്നു. സലീം കുമാറും പ്രധാന കഥാപാത്രമായി എത്തി. 2000-ലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിജയമായി തെങ്കാശിപ്പട്ടണം മാറി. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി 4 റിലീസിംഗ് സെന്ററുകളിൽ റെഗുലർ ഷോകളുടെ 180 ദിവസങ്ങൾ പിന്നിട്ട ചരിത്രവും തെങ്കാശിപ്പട്ടണം സ്വന്തമാക്കിയിരുന്നു. 2000-ലെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു നരസിംഹം. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ആദ്യമായി നിർമ്മിച്ച ചിത്രമായിരുന്നു നരസിംഹം. ജനുവരി 26-ന് റിലീസ് ചെയ്ത നരസിംഹത്തിന്റെ തിരക്കഥയൊരുക്കിയത് രഞ്ജിത്തായിരുന്നു. സംവിധാനം ചെയ്തത് ഷാജി കലാസും.
ആറാം തമ്പുരാന് ശേഷം മോഹൻലാലിനെ നായകനാക്കി ഷാജി കൈലാസും രഞ്ജിത്തും ഒരുമിച്ച ചിത്രമായിരുന്നു നരസിംഹം. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ വാരി പടങ്ങളിൽ ഒന്നായി നരസിംഹം മാറി. മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു 2000-ൽ റിലീസ് ചെയ്ത നരസിംഹം. നാളന്നുവരെയുള്ള മലയാള സിനിമയുടെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും നരസിംഹം തിരുത്തി. മോഹൻലാലിൻ്റെ നായികയായി എത്തിയത് ഐശ്വര്യയായിരുന്നു. NF വർഗീസ് വില്ലൻ വേഷത്തിലുമെത്തി. മമ്മൂട്ടിയുടെ അതിഥി വേഷവും ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. 2000-ലെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയ നരസിംഹം മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫുട്ഫാൾസ് ലഭിച്ച ചിത്രങ്ങളിലൊന്നാണ്. ഈ 11 ചിത്രങ്ങളാണ് 2000-ൽ മലയാള സിനിമയിൽ തിയേറ്ററിൽ നിന്ന് ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയത്. 60ഓളം ചിത്രങ്ങൾ റിലീസ് ചെയ്ത 2000-ൽ ആകെ ഹിറ്റായി മാറിയത് 11 ചിത്രങ്ങൾ മാത്രമാണ്. 2000-ലെ ഏറ്റവും വലിയ വിജയവും ഇൻഡസ്ട്രി ഹിറ്റും മോഹൻലാൽ നരസിംഹത്തിലൂടെ സ്വന്തമാക്കിയപ്പോൾ നായകനായെത്തിയ 3 സിനിമകൾ തിയേറ്ററിൽ വിജയിപ്പിക്കാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞു. ദിലീപ് ഭാഗമായ ജോക്കറും തെങ്കാശിപ്പട്ടണവും ഡാർലിംഗും തിയേറ്ററിൽ വിജയമായി. ഇങ്ങനെ മോഹൻലാലും മമ്മൂട്ടിയും ദിലീപും തിളങ്ങിയ വർഷമായിരുന്നു 2000.